ഇപ്പോൾ ചങ്ങമ്പുഴയൊക്കെ ആണെങ്കിൽ വിത്തനാഥൻ്റെ ബേബിക്ക് പാലും നിർധന ചെറുക്കൻ ഉമിനീരും ഈശ്വരേച്ഛയല്ല ആകിലമ്മട്ടുള്ള ഈശ്വരനെയും ചവിട്ടിയിടുക നമ്മൾ എന്ന് അന്ന് ധൈര്യത്തിൽ പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ ഒരു കവിക്ക് ഈശ്വരനെ ചവിട്ടണം എന്ന് പറയാനുള്ള ധൈര്യമില്ല. അത് ശരിയാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അപ്പോൾ ആ സാമൂഹ്യ പരിസരം മാറി വരുന്നു എന്ന് പറയുന്നത് അതിനെതിരായിട്ടുള്ള റെസിസ്റ്റൻസ് ആണ് ഇന്നത്തെ കേരളം ആവശ്യപ്പെടുന്ന സമരം. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഇത്രയും ഇടതുപക്ഷ സ്വാധീനമുള്ള കേരളത്തിൽ മതങ്ങളെ ഭയന്ന് പുരോഗമനപരമായിട്ടുള്ള നിലപാടുകൾ അത് ഏത് മതത്തെയാണെങ്കിലും എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ കേരളം എങ്ങനെ പുരോഗമിക്കില്ല? അങ്ങനെയല്ല. അങ്ങനെ ഈ കീഴടങ്ങാതെ നിലപാട് സ്വീകരിക്കുന്നത് ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ മാത്രമാണ്. അതാണ് നമ്പർ 1. അല്ല, ഇടതുപക്ഷമാണ് അത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നത്. അങ്ങനെ സ്വീകരിക്കുന്ന ആ പ്രസ്ഥാനത്തിന് പോലും പലപ്പോഴും കീഴടങ്ങേണ്ടി വരികയല്ല. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ ശബരിമല വിഷയത്തിൽ സർക്കാർ പിന്നോട്ട് പോയി. ഇല്ലല്ല, അത് വേറൊരു സാഹചര്യത്തിലാണ്. നിങ്ങൾ ഞങ്ങളുടെ നിലപാടുകൾ എവിടെയെങ്കിലും വെള്ളം ചേർത്തുകൊണ്ടല്ല. ഞാൻ CPM മാത്രമല്ല കുറ്റം പറയുന്നത്, നമ്മുടെ കേരളം. ഞാനതിലേക്കാണ് വരുന്നത്. അങ്ങയുടെ ആ ചോദ്യവും അങ്ങയുടെ പരാമർശ കവിതാ പശ്ചാത്തലവും മാറിയ മാറ്റമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിൽ വലിയ തോതിലുള്ള വലതുപക്ഷവൽക്കരണം രൂപപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത് രൂപപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ റിയാലിറ്റിയിൽ കാണണം. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം ഏതാണ്? പോസ്റ്റ് ട്രൂത്ത് എന്നതാണ്. കാലഘട്ടം സത്യാനന്തര കാലമാണ്. നുണകൾ വലിയ വേഗതയിൽ സഞ്ചരിക്കും.